കൂട്ടുകാരെ, ഞാൻ പാവയ്ക്ക് അരിയാണ് മെഴുക്ക് വരട്ടിക്ക്. ഒരു കാക്ക ഒന്ന് പൈപ്പിൻ്റെ ഇട്ടിരുന്നേട്ടാ, അതാണ് ഞാൻ നോക്കിയത്. പിന്നെ എന്തൊക്കെ വിശേഷം കൂട്ടുകാരെ? പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചു. ഇതെന്തായിരുന്നു? ഭയങ്കര കുരു കേട്ടോ, കുരു തന്നെ ഉണ്ട്. പാവയ്ക്ക് മെഴുക്ക് വരട്ടി വയ്ക്കാൻ നിൽക്കണം കേട്ടോ കൂട്ടുകാരെ. പിന്നെ എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ? നിങ്ങളുടെ വീട്ടിൽ ഇന്ന് എന്തൊക്കെയാണ് കറികൾ? ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ച കൈ മുറിയും കേട്ടോ, അതാണ്. ആലിമാലി മലത്തട്ടം ആലിരപ്പൂവണിഞ്ഞു. ആരെയോ മന്ത്രമോദി ഉണർത്തിയിടുന്നു. കൂട്ടുകാരെ, നിങ്ങളിങ്ങനെയാണോ പാവയ്ക്ക മെഴുക്ക് വരട്ടിക്ക് അരിയണേ? ഞാനേ ഇങ്ങനെയാണ് പാവയ്ക്ക മെഴുക്ക് വരട്ടിക്ക് അരിയണേ കേട്ടോ. ഇതിനി സവാള അരിഞ്ഞിട്ട് പച്ചമുളക് അരിഞ്ഞിട്ട്, എന്നിട്ട് ഈ പാവയ്ക്ക് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം തേങ്ങയും ചിരിയെടുക്കും. എന്നിട്ട് അങ്ങോട്ട് എണ്ണ ചീനിച്ചട്ടി എടുത്ത് അടുപ്പിൽ ഗ്യാസിൽ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ കുഞ്ഞുള്ളിയൊക്കെ അരിഞ്ഞിട്ട് മൂക്കുമ്പോൾ കടുക് ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് ഇതിനെ അങ്ങോട്ട് തട്ടി ശകലം ഉപ്പും ഇട്ട് നല്ല വഴറ്റി നല്ല എണ്ണ കിടന്ന് തന്നെ വഴറ്റി എടുക്കും ഞാൻ. അപ്പോൾ ചോറ് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഇത് മാത്രം മതി. ചിലർ വെറും പാവയ്ക്ക മാത്രം അരിഞ്ഞ് അത് കൊള്ളില്ല കേട്ടോ. അതിനൊക്കെ ഇതാണ് ടേസ്റ്റ്. കയ്പ്പൊന്നും കാണൂല കേട്ടോ. ചിലർക്ക് പാവയ്ക്ക ഇഷ്ടമില്ല. ഈ പാവയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കൂട്ടുകാരെ, വേറെ എന്തൊക്കെ വിശേഷങ്ങൾ പറയൂ കേൾക്കട്ടെ.
ഓരോരുത്തരൊക്കെ അടുക്കളയിലാണോ? ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ച കൈ മുറിയും കേട്ടോ. ഇത് കുറച്ച് ദിവസമായ പാവയ്ക്ക് വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിലിരുന്ന് അതിന്ന് ഒന്നും തന്നെ ഇരുന്ന്. പിന്നെ കൂട്ടുകാർ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ അടുക്കള ജോലിയൊക്കെ ചെയ്യുമോ, അടുക്കള ജോലി ചെയ്യാൻ പറ്റുമെന്ന്. നമ്മൾ പറ്റൂലെന്ന് പറഞ്ഞിരുന്നാൽ അവിടെ ഇരിക്കുക. നമ്മൾ പറ്റുമെന്ന് പറഞ്ഞ് എല്ലാം ചെയ്താൽ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിലെ ജോലിയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എല്ലാം എൻ്റെ അടുത്ത് കിട്ടി എല്ലാം ചെയ്യാൻ പറ്റും എനിക്ക്. അങ്ങനെ പിന്നെ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രം ആരെങ്കിലും സഹായിച്ചു തന്നാൽ മതി. അപ്പോൾ എൻ്റെ അടുക്കളയൊക്കെ എനിക്ക് വേണ്ടി ചെയ്തിട്ടിരിക്കുകയാണ്. ഗ്യാസ് തറയിലാണ്, അടുപ്പ് തറയിലാണ്, മിക്സിയൊക്കെ കൊടുക്കാൻ അതിൻ്റെ സ്വിച്ച് ബോർഡെല്ലാം താഴ്ത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാം എനിക്ക് വേണ്ടി ചെയ്തിട്ടിരിക്കുന്ന അടുക്കളയാണ്. അതുകൊണ്ട് നമുക്ക് ആരെയും ആശ്രയിച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മളെ വീട്ടിലെ കാര്യം പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും. ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്ന ദൈവത്തിന് ഞാൻ 1000 നന്ദി പറയാറുണ്ട് കേട്ടോ. ഇതുപോലും പറ്റാത്ത ഒത്തിരി പേരുണ്ട്. പക്ഷെ അവരെയൊക്കെ നോക്കുമ്പോൾ ഞാനൊന്നുമല്ല. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കടയിലെ കാര്യമൊക്കെ നോക്കുന്നുണ്ട്. കടയിലെ ആൾക്കാർ വരുമ്പോൾ സാധനം കൊടുക്കണം. അങ്ങനെ ചെറിയൊരു ഇതായിട്ടൊക്കെ അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ വിശേഷങ്ങളൊക്കെ. എന്നിലുള്ളൊരു കുറവ് ഞാൻ കുറവായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അത് ദൈവം തന്ന ഭാഗ്യമെന്ന് കരുതി ഞാനങ്ങ് മുന്നോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ വിഷമിച്ചിരുന്നാൽ നമുക്ക് എന്ത് നേടാം? ഒന്നും നേടാൻ പറ്റില്ല. അപ്പം അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക, അതാണ് ഞാൻ ചെയ്യുന്നത്. പച്ചമുളക് കേട്ടോ, കണ്ട പച്ചമുളക് സൂക്ഷിച്ചരിഞ്ഞില്ലെങ്കിൽ കണ്ണിൽ തെറിക്കും. പിന്നെ ഇവിടെ അടുത്തൊരു കടയിലത്തേക്ക് ഞാനാണ് പാലെടുത്ത് കൊടുക്കുന്നത്. എനിക്ക് വരുന്ന പാൽ വണ്ടിക്കാരുണ്ട്. അപ്പോൾ ആ പാലെടുക്കാൻ ഒരു പയ്യനെ പറഞ്ഞു വിട്ടു. അവന് ചെവി കേൾക്കില്ല കേട്ടോ. അപ്പോൾ അവൻ പാലെടുത്തുകൊണ്ട് പോകാൻ വന്നതാണ്. അങ്ങനെ ഞാൻ പോയി പൈസ വാങ്ങട്ടെ. അവർ പൈസ കൊടുത്തു വിട്ട്. ബായ് കൂട്ടുകാരെ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഈ കമൻറ്റിൽ ലൈക്കൊക്കെ തരണം. എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് വേണം. അത് പൈസ വാങ്ങിക്കാൻ പോവുകയാണേ. അടുത്ത വീഡിയോ കാണാമേ. ബായ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ ഈ പാവയ്ക്കരിയണതൊക്കെ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയൂ.